പലപ്പോഴും ഒ പിയുടെ കൺസൾട്ടേഷൻ്റെ ഇടയിൽ പലരും ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഒരു നല്ല സോപ്പ് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സോപ്പ് എന്ന് വെച്ചാൽ സ്കിൻ ഇഷ്യൂസ് ഉള്ളവരാണ് അധികം സോപ്പ് തേക്കണോ, അത് ഏത് സോപ്പാണ് നല്ലത്, സോപ്പ് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, 2 നേരം മാത്രം മതിയോ, ഇടയ്ക്ക് കഴുകാൻ എന്താണ് ഉപയോഗിക്കുക, അങ്ങനെ പല പല സംശയങ്ങളാണ് സോപ്പുമായിട്ട്. അപ്പോൾ ഈ സോപ്പിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, സോപ്പിൻ്റെ പ്രത്യേകത പറയുന്നതിന് മുന്നേ തന്നെ സ്കിന്നിൻ്റെ പ്രത്യേകത പറയണം. സ്കിൻ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ഓർഗനാണ് അല്ലേ, എന്നുവെച്ചാൽ ബോഡി ഫുൾ കവർ ചെയ്യുന്ന, അറ്റ്മോസ്ഫിയറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്ന ഒരു ഓർഗനാണ് സ്കിൻ. അപ്പോൾ ഈ സ്കിന്ന് ഒരു ബാരിയർ ഫങ്ഷൻ പോലെയാണ് ആക്ച്വലി വർക്ക് ചെയ്യുക. അതായത് പുറത്തുനിന്നുള്ള മൈക്രോബ്സിനെയൊക്കെ എന്താ പറയുക, അതിൻ്റെ എതിരെയും പ്രവർത്തിക്കണം. നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളെയും ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ നിർത്താനാണ് സ്കിന്നിന് ഉള്ള ഒരു പ്രത്യേകത. അപ്പം സ്കിന്നിൻ്റെ പി എച്ച് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി അസിഡിക് ആണ്. അപ്പോൾ മിക്ക സോപ്പിൻ്റെയും പി എച്ച് കുറച്ച് ആൽക്കലൈൻ ആണ്. അപ്പോൾ നമ്മൾ നോർമൽ ബേസിക് നമുക്ക് അറിയുന്ന നോളജ് പോലെ തന്നെ ഒരു ആസിഡും ഒരു ബേസും കൂടി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന ന്യൂട്രലൈസേഷൻ പ്രോസസ്സാണ് ഈ സോപ്പ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കിട്ടേണ്ട കാര്യം. ഇത് ആൽക്കലിനിറ്റി കൂടുമ്പോൾ, അതായത് ആൽക്കലൈൻ ബേസിക്കലി ആൽക്കലൈൻ നേച്ചർ കൂടുമ്പോൾ അതിൻ്റെ തന്നെ ഈ സ്കിന്നിൻ്റെ ഒരു നോർമൽ പി എച്ചിൽ ഉണ്ടാകുന്ന ഒരു ഇംബാലൻസ് വരും. അപ്പോൾ വളരെ ഹാർഷായിട്ടുള്ള സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്കിന്നിൻ്റെ ഒരു നോർമൽ ബാലൻസിന് അത് പ്രശ്നമാണ്. അപ്പോൾ എപ്പോഴും ഒരു മൈൽഡായിട്ടുള്ള സോപ്പാണ് അധികം നോർമൽ ഹെൽത്തി സ്കിന്നിന് ഉപയോഗിക്കേണ്ട സോപ്പുകൾ അങ്ങനത്തെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇനിയിപ്പോൾ ചില കണ്ടീഷനിൽ നമുക്ക് ചിലപ്പം കുറച്ച് ഹാർഷായിട്ടുള്ള സോപ്പുകൾ, അതായത് ആൻറ്റി ബാക്ടീരിയൽ സോപ്പൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അത് പക്ഷേ ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ സൂപ്പർവിഷനിൽ മാത്രം ആണ് അങ്ങനത്തെ സോപ്പുകൾ ഉപയോഗിക്കാൻ അധികവും പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ എന്താ പറയുക, മാർക്കറ്റിൽ ഇഷ്ടം പോലെ സോപ്പുകൾ, ഹെർബൽ സോപ്പുകൾ, ആയുർവേദ സോപ്പുകളും ഒക്കെ ഇഷ്ടം പോലെ, ഹാൻഡ് മെയ്ഡ് സോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ സോപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഈ സോപ്പൊക്കെ നമുക്ക് ഒരു സ്റ്റോളിൽ, അതായത് ഒരു എന്താ പറയുക എക്സിബിഷൻ്റെ സമയത്ത് അവർ പറയുന്ന ആ സോപ്പ് ഉണ്ടാക്കിയ ആളോ അല്ലെങ്കിൽ ആ സ്റ്റോളിൽ നിൽക്കുന്ന ആൾ പറയും, ഇത് ഇന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് പറയും. അത് എല്ലാവരോടും ഒരേ മാറ്റർ തന്നെയാണ് പറയുക. അപ്പോൾ ഇതിൽ അട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ ആ സോപ്പ് വാങ്ങി ഉപയോഗിച്ച് ചിലവർക്ക് അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക. നമ്മുടെ ഇഷ്യൂസ് നമുക്കല്ലേ അറിയാം. അപ്പം നമ്മുടെ ഇഷ്യൂസിന് പറ്റിയ സോപ്പ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സോപ്പിൻ്റെ ആൽക്കലിനിറ്റി നോക്കുക. അതായത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും സ്കിന്നിന് അലർജി പോലെ അതല്ലെങ്കിൽ നമുക്ക് ഉള്ള സിംറ്റംസ് വേഴ്സൺ ആവുകയോ ചെയ്യുകയാണെങ്കിൽ ആ സോപ്പ് നമുക്ക് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കണം. അതല്ലാതെ മറ്റൊരാൾക്ക് ഉപയോഗിച്ചിട്ട് നല്ലതാണ്, അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇത് വർക്കാവുന്നില്ല, അത് പിന്നെയും അത് തന്നെ പരീക്ഷിക്കാൻ നിൽക്കാതിരിക്കുകയാണ് നല്ലത്. ഇപ്പോൾ നമ്മുടെ ഹെർബൽ സോപ്പുകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാരെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സോപ്പ് ഒരു വൈറൽ സോപ്പായിട്ടുള്ള ദിയ കൃഷ്ണ ഒരു സോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, കോട്ടക്കലിൻ്റെ ഒരു സോപ്പ്, ബേബി സോപ്പ്. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഈ സോപ്പിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ സോപ്പിൻ്റെ ബേസ് മിക്ക സോപ്പുകളിലും എന്തായിരിക്കും, സോഡിയം ലോറേൽ സൾഫേറ്റ് ആയിരിക്കും. മിക്ക എല്ലാ സോപ്പിൻ്റെ ഒരു പ്രോപ്പർട്ടി തരണമെങ്കിൽ ഈ ഒരു കെമിക്കൽ അതിൽ ചേർന്നിരിക്കണം. അപ്പോൾ എല്ലാ സോപ്പിലും ഈ ഒരു സോപ്പ്, ഇപ്പോൾ നാച്ചുറൽ ആയിക്കോട്ടെ, സിന്തറ്റിക് ആയിക്കോട്ടെ, കെമിക്കൽ സോപ്പ് ആയിക്കോട്ടെ, എന്ത് സോപ്പ് ആയിക്കോട്ടെ, സോപ്പിൻ്റെ ഒരു ബേസിക് നേച്ചർ കിട്ടണമെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് മസ്റ്റാണ്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പോൾ ആയുർവേദ സോപ്പിനാണെങ്കിൽ അതിൻ്റെ ബേസിക് ഓയിൽ എന്ന് വെച്ചാൽ ചിലപ്പോൾ മെഡിക്കേറ്റഡ് ഓയിലായിരിക്കും, അതല്ലെങ്കിൽ വെളിച്ചെണ്ണയായിരിക്കും, അതല്ലെങ്കിൽ നല്ലെണ്ണയായിരിക്കാം, അതല്ലെങ്കിൽ ആവണക്കെണ്ണയായിരിക്കാം. ഇത് മാറും. മെഡിക്കേറ്റഡ് സോപ്പാണെങ്കിൽ അത് മെഡിക്കേറ്റഡ് ഓയിലായിരിക്കും. മിക്കവാറും എല്ലാ സോപ്പിലും മെഡിക്കേറ്റഡ് ഓയിലായിരിക്കും. നാൽപ്പാമരാതി കേരം, അതല്ലെങ്കിൽ പാരന്ത്യാതി കേരം, അങ്ങനെയൊക്കെ ഉള്ള എണ്ണകൾ വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാം. അത് സ്കിന്നിൻ്റെ ഇഷ്യൂസിനനുസരിച്ച് ഈ മെഡിക്കേറ്റഡ് ഓയിലിൻ്റെ പർപ്പസ് തന്നെ ഈ സോപ്പിന് കിട്ടും എന്നുള്ള ഒരു രീതിയിൽ ആ ഓയിൽ വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഒന്നുകിൽ കഷായം, അതല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതും ഒരു ബേസായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ബേബി സോപ്പിൻ്റെ നോക്കുകയാണെങ്കിൽ അതിൽ ലാക്ഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലാക്ഷ എന്ന് പറഞ്ഞാൽ അത് ബേസിക്കായിട്ട് സ്കിന്നിനെ സൂത്തം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലാക്ഷാതി കേരം, കുട്ടികൾക്കൊക്കെ ലാക്ഷാതി കേരം
തേപ്പിച്ച് കുളിപ്പിക്കുന്നതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ ലക്ഷയാണ്. അപ്പോൾ ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റ് ലക്ഷയാണ്. വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ഇരട്ടി മധുരമാണ്. ഇരട്ടി മധുരം ഇതുപോലെ തന്നെ സ്കിന്നിന് ഇറിറ്റേഷൻ കുറയ്ക്കാനും അതുപോലെ റിപ്പയറിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ല അതുപോലെ സ്കിന്നിൻ്റെ ഒരു നാച്ചുറൽ ഗ്ലോയ്ക്കും ഒക്കെ ഈ ഇരട്ടി മധുരം നല്ലതാണ്. പിന്നെ അടുത്തതാണ് ഹരിദ്ര, അതായത് മഞ്ഞൾ. ഈ കുർക്കുമിൻ കണ്ടൻറ്റ് ഇതുപോലെ തന്നെ ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ഉള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും മൈൽഡ് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ കറക്റ്റഡായിട്ട് പോകാറുണ്ട്. അതുപോലെ കുട്ടികളുടെ സ്കിന്നിന് ഏറ്റവും ലൈറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഏറ്റവും സൂത്തനിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും വേണം എന്നുള്ളത് കൊണ്ട് തന്നെ വേറെ ഹാർഷായിട്ടുള്ള ഒരു കെമിക്കലും അതുപോലെ ആനിമൽ ഫാറ്റോ അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഈ കോട്ടക്കലിൻ്റെ ഈ ബേബി സോപ്പ്. അതുപോലെ തന്നെ അടുത്തത് വരുന്ന ഇൻഗ്രീഡിയൻറ്റ് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ മിനിമലായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഈ ബേബി സോപ്പിലുള്ളൂ. പിന്നെ അശ്വഗന്ധയാണ്. അശ്വഗന്ധ ഇതുപോലെ സ്കിന്നിൻ്റെ റെജുനൈസേഷന് നല്ലതാണ്. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് വളരെ നല്ലൊരു സോപ്പാണ്. മൊത്തം ഡ്രൈ സ്കിന്നിന് അത്ര യൂസ്ഫുൾ അല്ലെങ്കിലും ഓയിലി സ്കിന്നുകാർക്ക് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ് കോട്ടക്കലിൻ്റെ ബേബി സോപ്പ്. അതുപോലെ തന്നെ കേരതൈലമായതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമില്ലാത്തൊരു ബേസാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ഓയിലി സ്കിന്നുകാർക്കാണ് ഏറ്റവും നന്നായിട്ട് ഇത് യൂസ്ഫുൾ ആകുന്ന സോപ്പ്. അതുപോലെ തന്നെ എല്ലാ സോപ്പിനും ഇതുപോലെ തന്നെ ഓരോ കെമിക്കൽ പാർട്ട് എന്തായാലും ഉണ്ടാകുന്നുണ്ട്. ഹെർബൽ സോപ്പിൻ്റെ മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സിന്തറ്റിക് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. കാരണം എസൻഷ്യൽ ഓയിൽ നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ മരുന്നുകളിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ഈ സോപ്പിൽ വരും. അപ്പം സിന്തറ്റിക് ആയിട്ടുള്ള മറ്റ് പ്രോഡക്ട്സ് ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല നമുക്ക്. ഹെർബൽസിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ സോപ്പിൽ കൂടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും 1-2 പ്രാവശ്യം മാത്രമാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഡ്രൈ സ്കിന്നുകാർക്ക് പ്രത്യേകിച്ച് സോപ്പ് ഉപയോഗിച്ചതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ ഇടുകയാണെങ്കിൽ സ്കിന്നിൻ്റെ റിപ്പയറിങ് കുറച്ചും കൂടി നന്നായിട്ട് നടക്കും. അതല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. ഇച്ചിങ്ങും അതുപോലെ മൈൽഡ് റെഡ്നെസ്സും ഒക്കെ സ്കിന്നിൻ്റെ ഇഷ്യൂസ് പോലെ കാണിക്കാറുണ്ട്. അപ്പം ഡ്രൈ സ്കിന്നുകാർ സോപ്പ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു മോയ്സ്ചറൈസിങ് എന്തെങ്കിലും ഒരു ലോഷൻ സോപ്പ് ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ സോപ്പിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനിയും ഒരുപാട് സോപ്പിൽ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ റിസർച്ച് ചെയ്യണം. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് സ്കിന്നിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം സോപ്പിനെ തിരഞ്ഞെടുക്കുകയായിരിക്കും നല്ലത്. ഇനി ഓരോ സ്കിൻ ടൈപ്പിനും ഓരോ തരം സോപ്പ് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. വീട്ടിലെല്ലാവർക്കും ഒരേ സോപ്പ് ഉപയോഗിക്കുന്ന രീതി മാറിയിട്ട് സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് നമ്മൾ സോപ്പ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ സ്കിന്നിൻ്റെ ഇഷ്യൂസ് മിക്കവർക്കും ഡ്രൈ സ്കിന്നുള്ളവർക്കാണ് ഈ സോപ്പിൻ്റെ പ്രശ്നം അധികമായിട്ടും കാണുക. പിന്നെ ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിലും ഇതുപോലെ സോപ്പ് നമ്മൾ വൈസ്ലി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്നയുടെ ഇറപ്ഷൻസ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സോപ്പ് ചൂസ് ചെയ്യുമ്പോൾ. ഹെർബൽ സോപ്പ് ആണെങ്കിൽ കൂടി നമ്മൾ സോപ്പ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ.